ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല കിടിലനായിട്ടുള്ള ഒരു മസാല ചായയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾ മറന്നു പോവരുത്. ഒരു തവണയെങ്കിലും ഈ ചായ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മുടെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 3 ഏലക്കായുമാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്, അതിലോട്ട് ആവശ്യമായിട്ടുള്ളതാണ്. ഒരു ഇഞ്ചി നീളത്തിൽ ഇഞ്ചി, അല്ലാതെ കനലിയാത്ത ഒരു കഷ്ണം ഇഞ്ചിയും 3 ഏലക്കായും കൂടെ നന്നായിട്ടൊന്ന് കുത്തി ചതക്കുകയാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചായ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ സോസ് പാനിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, ഇഞ്ചിയും ഏലക്കായും അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തിളച്ച് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് ചെറിയൊരു കഷ്ണം കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ കഷ്ണം മതി കേട്ടോ, ഒരുപാട് ആവരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ നേരിയ ചെറിയൊരു കഷ്ണം ഇട്ടാൽ മതി, ഒരുപാട് കുത്തുള്ളതാണെങ്കിൽ വളരെ ചെറുതിടുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച ശേഷം നമുക്കിതിലോട്ട് തേയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ വരെ ചായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരു അത്യാവശ്യം നല്ല കടുപ്പുള്ള ചായയാണ് കേട്ടോ. ഇനി ഇത്ര കടുപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 2 ഗ്ലാസ്സിലേ എടുക്കുന്നുള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതിയേ. ഇത് നല്ല പോലെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, നന്നായിട്ട് തിളക്കണേ. ജസ്റ്റ് ഒന്ന് തിളച്ചോട് കൂടിയിട്ട് പാലൊഴിക്കരുത്. ഒരു മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിക്കണം. അതിന് ശേഷം മാത്രം ഇതിലോട്ട് 1 ഗ്ലാസ് മുതൽ 1/4 ഗ്ലാസ് വരെ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. കറക്റ്റ് 2 ഗ്ലാസ്സിനുള്ള ചായയാണ് കേട്ടോ. അപ്പം നമ്മൾ 1 ഗ്ലാസ് ചായ ഒന്ന് വറ്റിച്ചല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ 1/4 ഗ്ലാസ് പാല് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. എനിക്കെപ്പോഴും ചായയിൽ മധുരം കുറച്ച് ചേർക്കുന്നതാണ് ഇഷ്ടം, പാൽ ചായയിൽ. അപ്പോൾ വളരെ കുറച്ച് മധുരം ഞാൻ ചേർത്തിട്ടുള്ളൂ. മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കുക. ഇനി നമ്മുടെ ചായ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം. നല്ലതുപോലെ ഒന്ന് തിളച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ട് പൊന്തി വന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് നല്ല പോലെ തിളച്ച് വന്ന ശേഷം ഒന്ന് നമ്മൾ ആ ഒരു സോസ് പാൻ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ചുഴറ്റി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചുഴറ്റി എടുത്താലും മതി. എന്നിട്ട് വീണ്ടും നമ്മൾ ചൂട് കൊള്ളിച്ചിട്ട് വീണ്ടും അത് പതപ്പിച്ചെടുക്കണം. ഇങ്ങനെ ഒരു 2-3 തവണയെങ്കിലും പതപ്പിച്ചെടുത്താലേ നല്ല കിഡിലനായിട്ടുള്ള ചായ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒരു തിളയോട് കൂടിയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇളക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സോസ് പാൻ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒരു 2-3 തവണയൊക്കെ ഇങ്ങനെ പതപ്പിച്ചെടുത്ത ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചായ പെട്ടെന്ന് തന്നെ ഇത് അരിച്ചിട്ട് അതിൻ്റെ ആ ഒരു നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടിട്ടുള്ള ഇഞ്ചിയും ഇതെല്ലാം നമുക്കൊന്ന് മാറ്റണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ സമയം കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആ ഒരു കുത്തൽ കൂടിപ്പോവും. അപ്പോൾ പറഞ്ഞ അളവിൽ തന്നെ നിങ്ങൾ ചേർക്കുകയും വേണം കേട്ടോ. അത് രണ്ടും ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ ചായ ആയോട് കൂടിയിട്ട് തന്നെ അത് അരിച്ചിട്ട് അതിൻ്റെ ചണ്ടിയെല്ലാം മാറ്റണം. എന്നിട്ട് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്നും ഇങ്ങനെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പതഞ്ഞിങ്ങനെ വരുന്നത് കാണാം. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ചായ കുടിക്കാൻ ഒരു പ്രത്യേക ഒരു താല്പര്യമായിരിക്കും അല്ലേ, ഈ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ സെർവ് ചെയ്യുക. എന്നിട്ടൊന്ന് കഴിച്ച് നോക്കുക. നല്ല കിഡിലൻ ചായയാണ്. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്